ഫ്രണ്ട്സ്, എല്ലാവർക്കും മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ലബോറട്ടറി സേഫ്റ്റിനെ കുറിച്ചിട്ടാണ്. ലബോറട്ടറി എക്കോസിസ്റ്റത്തിൻ്റെ അകത്ത് വരുന്ന ലബോറട്ടറി സേഫ്റ്റിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് പേഴ്സണൽ ഹൈജീനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഒരു ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം രീതിയിലുള്ള പേഴ്സണൽ ഹൈജീനാണ് ഫോളോ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാമേ. അപ്പൊ ആദ്യം തന്നെ ഫോളോ ഇൻസ്ട്രക്ഷൻസ്. ഒരു ലബോറട്ടറിയിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് ക്ലിയർ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ലാബിൽ തന്നെ പ്രൊവൈഡ് ആയിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് അനുസരിച്ച് പ്രവർത്തിക്കുക എന്നതാണ് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലബോറട്ടറി ക്ലോത്തിങ്ങിനെ കുറിച്ചിട്ടാണ്. എപ്പോഴും നമ്മൾ ലാബ് കോട്ട് യൂസ് ചെയ്തിട്ട് വേണം ലാബിൽ വർക്ക് ചെയ്യാൻ. ലാബ് കോട്ട്, ഗ്ലൗസ്, ക്ലോസ്ഡ് ഷൂസ്, സേഫ്റ്റി ഗ്ലാസ്സസ്, ഇതെല്ലാം തന്നെ നമ്മൾ ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുമ്പോൾ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ലബോറട്ടറി ക്ലോത്ത് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ലാബ് കോട്ട് എന്ന് പറയുന്നത് അത് സ്പ്ലാഷസിൽ നിന്നും സ്പിൽസിൽ നിന്നും ഒക്കെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന തരത്തിലുള്ള മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചതായിരിക്കണം. അതുപോലെ തന്നെ അത് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനും പറ്റുന്നതായിരിക്കണം. എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ഉണ്ടാവുന്ന കേസിൽ നമുക്കത് ഈസിലി റിമൂവ് ചെയ്യാൻ പറ്റുന്ന ലാബ് കോട്ട് ആയിരിക്കണം അല്ലെ. അതുപോലെ തന്നെ നോൺ ഫ്ലെയിമബിൾ, നോൺ പോറസ് ആയിട്ടുള്ള ലാബ് കോട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന്റെ ബട്ടൺ എന്ന് പറയുന്നത് നോർമൽ ബട്ടൺ ആയിരിക്കരുത്. അത് എപ്പോഴും സ്നാപ്പ് ഫാസ്റ്റനേഴ്സ് വെച്ചിട്ടായിരിക്കണം നമ്മൾ അത് യൂസ് ചെയ്യേണ്ടത്. സ്നാപ്പ് ഫാസ്റ്റനേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രസ് ബട്ടൺ ഇല്ലേ, പ്രസ് ബട്ടൺ പോലെയുള്ള ബട്ടൺ വേണം നമ്മൾ യൂസ് ചെയ്യാൻ. അല്ലാതെ നമ്മൾ നോർമലി ഇടുന്ന ബട്ടൺ ആയിരിക്കില്ല ലാബ് കോട്ടിൻ്റെ അകത്ത് വേണ്ടുന്നത്. കാരണം നമുക്ക് എപ്പോഴെങ്കിലും അത് റിമൂവ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ ഈസി ആയിട്ട് അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും സ്നാപ്പ് ഫാസ്റ്റനേഴ്സ് യൂസ് ചെയ്തിട്ട് വേണം ലാബ് കോട്ട് നിർമ്മിച്ചിരിക്കാനെന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ലാബ് കോട്ട് എന്ന് പറയുന്നത് നമ്മൾ ലാബിന് വെളിയിൽ പോകുമ്പോൾ അപ്പോൾ തന്നെ ഊരി മാറ്റിയിരിക്കണം. അല്ലാതെ ഒരിക്കലും ലാബ് കോട്ട് ഇട്ടുകൊണ്ട് നമ്മൾ പുറത്തേക്ക് പോകാനായിട്ട് പാടില്ല കേട്ടോ. ഓക്കെ. അതുപോലെ തന്നെ എപ്പോഴും നമ്മളുടെ ഹെയർ നമ്മൾ എപ്പോഴും ലേഡീസ് ആണെങ്കിൽ ടൈപ്പ് ചെയ്ത് വെക്കുക, പുട്ടപ്പ് ചെയ്ത് വെക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ ഹെയർ ക്യാപ്പ് യൂസ് ചെയ്യുക. ജെൻസ് ആണെങ്കിൽ ഹെയർ ക്യാപ്പ് യൂസ് ചെയ്യുക. ബ്രീഡിൻ്റെ കേസിലാണെങ്കിൽ അതെല്ലാം ഷേവ് ചെയ്തിട്ട് മാത്രം വരിക, മെൻസിൻ്റെ കേസിൽ കേട്ടോ. അതുപോലെ തന്നെ ഗാംഗ്ലിംഗ് ജുവലറീസ് ഒന്നും ലബോറട്ടറിയിൽ ഇടാനായിട്ട് പാടില്ല കേട്ടോ. അങ്ങനെ ഇടുവാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഞാത്തുകളും അല്ലെങ്കിൽ ചെറിയ ചെറിയ സ്റ്റോൺസ് അതുപോലുള്ളതൊക്കെ നമ്മുടെ സാമ്പിളിൽ വീണ് സാമ്പിളിൻ്റെ റിസൾട്ടിന് ഇറാക്കാനുള്ള അല്ലെങ്കിൽ ബയാസ് ചെയ്യിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഗാംഗ്ലിംഗ് ജുവലേഴ്സോ അല്ലെങ്കിൽ ഹെയർ ഒന്നും ലൂസ് ഹെയർ ആയിട്ട് ഇടാനായിട്ട് പാടില്ല. എപ്പോഴും ടൈപ്പ് ചെയ്ത് ഹെയർ ക്യാപ്പ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ലാബിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഇനി നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഒരിക്കലും നമ്മൾ പേഴ്സണൽ ഹാൻഡ് കർച്ചീഫ് ലാബിൽ യൂസ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. അതുപോലെ തന്നെ സ്മോക്ക് ചെയ്യാനായിട്ട് പാടില്ല. ചൂയിങ് ഗംസ് അല്ലെങ്കിൽ കോസ്മെറ്റിക്സ് അല്ലെങ്കിൽ ഇനി നമുക്ക് എന്തെങ്കിലും മരുന്നൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അതൊന്നും തന്നെ നമ്മൾ ലാബിൽ നിന്നിട്ട് കഴിക്കാനായിട്ട് പാടില്ല കേട്ടോ. ചൂയിങ് ഗം ഒന്നും യൂസ് ചെയ്യരുത്. അതുപോലെ തന്നെ കോസ്മെറ്റിക്സ് ഒന്നും അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ ലാബിൽ നിൽക്കാനായിട്ട് പാടില്ല. ഇനി ഗ്ലാസ് വെയേഴ്സ് അല്ലെങ്കിൽ എക്യുപ്മെന്റ് ഒന്നും തന്നെ നമ്മൾ ലാബിൽ യൂസ് ചെയ്യുന്ന ഗ്ലാസ് വെയേഴ്സ് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് ഒന്നും തന്നെ നമ്മൾ ഫുഡ് സ്റ്റോർ ചെയ്യാനോ ഫുഡ് പ്രിപ്പയർ ചെയ്യാനോ നമ്മൾ യൂസ് ചെയ്യരുത് കേട്ടോ. അതുപോലെ തന്നെ ലാബിൽ ഇരുന്നുകൊണ്ട് കഴിക്കാനോ വാട്ടർ കുടിക്കാനോ ഒന്നും പാടില്ല. അതിനെല്ലാം വേണ്ടിയിട്ട് പ്രത്യേക റെസ്റ്റ് റൂംസ് അല്ലെങ്കിൽ പാൻട്രീസ് ഒക്കെ ലബോറട്ടറിക്ക് അടുത്ത് തന്നെ പ്രൊവൈഡഡ് ആയിരിക്കും. അപ്പോൾ അവിടെ പോയി മാത്രം ഫുഡൊക്കെ കഴിക്കുക. ലാബിൻ്റെ ഉള്ളിലിരുന്ന് ഫുഡ് കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഒന്നും ശ്രമിക്കാതിരിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ലാബിലേക്ക് ആവശ്യമായിട്ടുള്ള ആനിമൽസ് അല്ലാതെ ചിലപ്പോൾ ചില എക്സ്പെരിമെന്റ്സിന് വേണ്ടിയിട്ട് ആനിമൽസിനെ ആവശ്യമായിട്ട് വരും. ഈ എലികളൊക്കെ വെച്ചിട്ട് എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യാറുണ്ടല്ലോ. അങ്ങനെയല്ലാത്ത ഒരു ആനിമൽസിനെ നമ്മൾ ലബോറട്ടറിക്കകത്തേക്ക് പ്രവേശിപ്പിക്കാനായിട്ട് പാടില്ല കേട്ടോ. അതുപോലെ തന്നെ ഒരിക്കലും നമ്മൾ സാൻഡൽസ് ഒന്നും യൂസ് ചെയ്യരുത്. ഓപ്പൺ ആയിട്ടുള്ള ചെരുപ്പുകളൊന്നും നമ്മൾ യൂസ് ചെയ്യരുത്. എപ്പോഴും ക്ലോസ്ഡ് ആയിട്ടുള്ള ഷൂ ടൈപ്പ് ചെരുപ്പുകൾ വേണം നമ്മൾ ലാബിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അതുപോലെ നമ്മൾ മൗത്ത് കൊണ്ട് ഒരിക്കലും പിപ്പറ്റ് ചെയ്യാനായിട്ട് പാടില്ല. മൗത്ത് പിപ്പറ്റിങ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ കെമിക്കൽ നമ്മുടെ ഉള്ളിൽ ചെല്ലും. രണ്ടാമത് നമ്മളുടെ ഉള്ളിൽ നിന്നുള്ള കണ്ടാമിനേഷൻ സാമ്പിളിലേക്ക് ചെന്നിട്ട് അത് ക്രോസ് കണ്ടാമിനേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ ഉള്ളിൽ ഇഷ്ടംപോലെ മൈക്രോ ഓർഗാനിസം ഉണ്ട്. നമ്മൾ മൗത്ത് പിപ്പറ്റ് ചെയ്യുമ്പോൾ ആ ഓർഗാനിസം കൂടി സാമ്പിളിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ മൗത്ത് പിപ്പറ്റിങ് ചെയ്യരുത് കേട്ടോ. ഇനി ഗ്ലാസ് ബ്രേക്കേജ് എന്ന് പറയുന്നത് നമ്മുടെ ലബോറട്ടറിയിൽ നടക്കുന്ന ഒരു സ്ഥിരമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. എങ്ങനെയെങ്കിലുമൊക്കെ ഗ്ലാസ് വേഴ്സ് ഒക്കെ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ പൊട്ടുന്ന സമയത്ത് അങ്ങനെ പൊട്ടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പൊട്ടാത്ത രീതിയിലുള്ള ഗ്ലാസ് വേസ് വേണം യൂസ് ചെയ്യാനായിട്ട്. പൊട്ടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് അവിടെ നിന്ന് ക്ലിയർ ചെയ്യുകയും ചെയ്യണം കേട്ടോ.
ഇനി നമ്മൾ ലബോറട്ടറിയിലെ എന്തെങ്കിലും ഒരു ഗ്ലാസ് വെയർ നമ്മൾ റിപ്പയറിന് വേണ്ടിയിട്ടൊക്കെ അയക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മളത് ക്ലീൻ ചെയ്യാതെ അയക്കരുത് അല്ലേ. എല്ലാ ഗ്ലാസ് വെയർസും ഡിസിൻഫെക്റ്റൻ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ റിപ്പയറിങ്ങിന് വേണ്ടിയിട്ട് ലബോറട്ടറിക്ക് വെളിയിലേക്ക് അയക്കുക. പിന്നെ എന്താണ്, നമ്മൾ ഗ്ലാസ് വെയർസ് കഴുകുമ്പോഴൊക്കെ നമ്മൾ ലെതർ ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്തിട്ട് വേണം, അല്ലെങ്കിൽ ഗ്ലാസ് ട്യൂബിംഗ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഒരു സിലിണ്ടർ ഷേപ്പിലിരിക്കുന്ന ഒരു ട്യൂബാണ് അത്. അതൊക്കെ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത്, ഗ്ലാസ് വെയർസ് കഴുകുന്ന സമയത്തൊക്കെ നമ്മൾ ലെതർ ഗ്ലൗസസ് ഒക്കെ യൂസ് ചെയ്യണം. കാരണം ഇൻ കേസ് അത് അതിലിരുന്ന് പൊട്ടുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ കട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെതർ ഗ്ലൗസ് യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഒരിക്കലും നമ്മൾ ഗ്ലാസ് വെയർസ് വാക്വം അല്ലെങ്കിൽ പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ചേമ്പേഴ്സിനകത്തൊന്നും യൂസ് ചെയ്യരുത്. അങ്ങനെ വാക്വത്തിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വേറെ വെസൽസ് കാണും. അപ്പോൾ ആ പർട്ടിക്കുലർ വെസൽ മാത്രം ഓരോന്നിനും നിയമിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഓരോന്നിനും പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള അതാത് വെസൽസ് മാത്രം അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഒരിക്കലും നമ്മുടെ ഗ്ലാസ് വെയർസ് ഒന്നും എടുത്ത് ഹൈ പ്രഷറിൻ്റെ അകത്തോട്ടോ വാക്വത്തിൻ്റെ അകത്തോട്ടോ ഒന്നും വെക്കാനായിട്ട് പാടില്ല കേട്ടോ, അതങ്ങനെ പൊട്ടിപ്പോവും. ഇനി നമ്മുടെ ഹാൻഡ്സ് എപ്പോഴും നമ്മൾ ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മുഖത്ത് പിടിക്കുക, അല്ലെങ്കിൽ മൂക്കിന് പിടിക്കുക, മൗത്തിൽ കൊണ്ടോ അങ്ങനെ ഒന്നും ചെയ്യരുത്. അല്ലെങ്കിൽ തലയിൽ ഹെയറിൽ തൊടുക, അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. കാരണം നമ്മുടെ ദേഹത്ത് നമ്മുടെ ഉള്ളിൽ തന്നെ സ്ട്രെപ്റ്റോകോക്കസും സ്റ്റെഫൈലോകോക്കസും ഒക്കെ ഉണ്ട്, ബാക്ടീരിയ. അപ്പോൾ ഈ ബാക്ടീരിയകളൊക്കെ തന്നെ നമ്മളുടെ കയ്യിൽ നിന്നും നമ്മൾ ചെയ്യുന്ന സാമ്പിളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ലബോറട്ടറി പ്രാക്ടീസ്, എസ്പെഷ്യലി നമ്മൾ മൈക്രോബയോളജി ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ അവിടെ ഇവിടെ ഒന്നും തൊടാനോ അല്ലെങ്കിൽ നമ്മളുടെ ദേഹത്ത് തന്നെ തൊടാനോ ഒന്നും പാടില്ല കേട്ടോ. അതെല്ലാം ക്രോസ് കണ്ടാമിനേഷനുള്ള കാരണമാവും. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കെമിക്കൽ സ്പിൽ ഉണ്ടാകുകയാണെങ്കിൽ, നമ്മുടെ കയ്യിൽ നിന്ന് അറിയാതൊരു കെമിക്കൽ സ്പില്ലായി പോവുകയാണെങ്കിൽ നമ്മളത് ഇമ്മീഡിയറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ടെസ്റ്റ് ട്യൂബ് ഒക്കെ എപ്പോഴും ടെസ്റ്റ് ട്യൂബ് ഹോൾഡറിൽ വെച്ചിട്ട് മാത്രമേ ഹീറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതായത് കയ്യിൽ പിടിച്ച് പെട്ടെന്നല്ലേ ഇതൊന്നും കയ്യിൽ വെച്ചിട്ടങ്ങ് ചൂടാക്കാമെന്ന് വിചാരിക്കരുത്. കാരണം ചില സോൾവെൻറ്റ്സ് അല്ലെങ്കിൽ ചില സാമ്പിൾസ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ തിളച്ച് തൂവി വരാനുള്ള ചാൻസ് കാണും. അപ്പം അങ്ങനെ വരുമ്പോൾ അത് ആർക്കാണ് ദോഷം ചെയ്യുന്നത്? നമ്മുടെ കൈ തന്നെ പൊള്ളിപ്പോകത്തുള്ളൂ. ടെസ്റ്റ് ട്യൂബ് ഹോൾഡേഴ്സ് ഒക്കെ പ്രൊവൈഡഡ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടെസ്റ്റ് ട്യൂബ് ഹോൾഡർ യൂസ് ചെയ്ത് തന്നെ നമ്മൾ ലാബിൽ ടെസ്റ്റ് ട്യൂബ്സ് ഒക്കെ ഹോൾഡ് ചെയ്ത് അത് ഹീറ്റ് ചെയ്യുക കേട്ടോ. ഇനി അടുത്ത എന്താണ്, ഒരു ലാബിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് ആ ലാബിലുള്ള എമർജൻസി എക്യുപ്മെന്റ്സിനെ കുറിച്ചെല്ലാം ഒരു ധാരണ ഉണ്ടായിരിക്കണം കേട്ടോ. എമർജൻസി എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ആ ഒരു എമർജൻസി എക്യുപ്മെന്റ്സ് എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ള ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം ലാബിൽ വർക്ക് ചെയ്യുന്ന ആൾക്കുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഫ്ലെയിമബിൾ ആയിട്ടുള്ള ലിക്വിഡ്സ് ഒന്നും തന്നെ നമ്മൾ ഓപ്പൺ ആയിട്ട് ബൺസൺ ബർണറിന്റെ മുകളിലൊന്നും വെച്ച് ഹീറ്റ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. ഹസാഡസ് ആയിട്ടുള്ള സ്പില്ല് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ നമ്മുടെ ഇൻസ്ട്രക്ടറിനെ അറിയിക്കുക, അല്ലെങ്കിൽ ഹെഡിനെ അറിയിക്കുക. അതുപോലെ തന്നെ ഒരിക്കലും നമ്മൾ ലബോറട്ടറിയിലുള്ള കെമിക്കൽസ് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പാടില്ല. ഇനി നമ്മൾ കെമിക്കൽസ് സ്മെല്ല് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ ഡയറക്റ്റ് സ്മെല്ല് ചെയ്യരുത്. ആ ഒരു വേപ്പർ ഇങ്ങനെ പതിയെ നമ്മുടെ മൂക്കിലേക്ക് ഇങ്ങനെ വേവ് ചെയ്ത് എടുത്തിട്ട് വേണം നമ്മൾ എന്താണ് മണത്ത് നോക്കാൻ. കെമിക്കൽ എടുത്ത് ഇതുപോലെ ഇതേമാതിരി വേണം നമ്മൾ സ്മെല്ല് ചെയ്യാനായിട്ട്. അല്ലാതെ ഒരിക്കലും ഇങ്ങനെ ആ ഒരു കെമിക്കലിൻ്റെ ഉള്ളിലേക്ക് കുമ്പിട്ടിരുന്ന് നമ്മൾ സ്മെല്ല് ചെയ്യരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പോയിസണസ് ആയിട്ടുള്ള ഗ്യാസ് ആയിരിക്കും, അത് നമ്മുടെ ഉള്ളിലേക്ക് കയറി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ. ഇനി ഡയറക്റ്റ്ലി നമ്മൾ വേപ്പേഴ്സ് ഒന്നും തന്നെ ഇൻഹേൽ ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. പിന്നെ എന്താണ്, ഇനി കെമിക്കൽ സ്പില്ലുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലോ അല്ലെ അതിലൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ആ ഏരിയ നമ്മൾ ക്ലീൻ ചെയ്യുക കേട്ടോ. അത് ഒരു തവണയൊന്നും അല്ല, ഒരു 15 മിനിറ്റോളം തന്നെ നമ്മളത് വാഷ് ചെയ്ത് ക്ലിയർ ചെയ്യുക കേട്ടോ. അത്രയും സമയമെടുത്ത് നല്ല രീതിയിൽ വാട്ടർ ഒഴിച്ചൊഴിച്ച് കഴുകി കളയുക കേട്ടോ. ഇനി എല്ലാ കണ്ടെയ്നേഴ്സും, കെമിക്കൽ അടങ്ങിയിരിക്കുന്ന എല്ലാ കണ്ടെയ്നേഴ്സും നമ്മൾ ലേബൽ ചെയ്തിരിക്കണം. ലേബൽ ചെയ്യാത്ത ഒരു കണ്ടെയ്നേഴ്സോ അല്ലെങ്കിൽ കെമിക്കൽ സൊല്യൂഷനോ ഒന്നും തന്നെ ലാബിൽ ഉണ്ടാവാനായിട്ട് പാടില്ല. അത് കാരണം വേറൊരാൾ ലാബിലോട്ട് വന്നിട്ട് ആ ആൾക്ക് ഒരു ഹസാർഡ് ഉണ്ടാകാനായിട്ട് പാടില്ല. എല്ലാം തന്നെ നമ്മൾ ലേബൽ ചെയ്ത് വെക്കണം. ആസിഡ് ഇരിക്കുന്നത് ആസിഡ് ആണെന്നുള്ളത് തന്നെ ലേബൽ ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ എന്താണ്, വേസ്റ്റ് എല്ലാം തന്നെ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് പ്രത്യേകം കണ്ടെയ്നേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് പ്രത്യേകമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് വേസ്റ്റ്, അതുപോലെ തന്നെ പേപ്പർ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട്, കെമിക്കൽ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട്, ആസിഡ് വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ ഉണ്ട്. അതിൽ തന്നെ അതാത് കണ്ടെയ്നറിൽ തന്നെ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ.
അതുപോലെ തന്നെ നമ്മളുടെ ബുക്കുകൾ ജേണൽസ് ഒക്കെ ഉണ്ടായിരിക്കും. നമ്മുടെ ലബോറട്ടറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മളിപ്പോൾ റിസർച്ച് ചെയ്യുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജേണൽസ്, ബുക്സ്, അല്ലെങ്കിൽ നമ്മുടെ ഡോക്യുമെന്റ് അടങ്ങിയിരിക്കുന്ന ഫയൽസ് എല്ലാം കാണും. ഇതെല്ലാം തന്നെ നമ്മൾ കണ്ടാമിനേഷനിൽ നിന്നും പ്രിവെന്റ് ചെയ്യണം കേട്ടോ. ഇതൊന്നും നമ്മുടെ വർക്ക് സ്പേസിൽ കൊണ്ടുവെക്കരുത്. അതിനെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഒരു റൂം വെച്ചിട്ട് അങ്ങനെ വേണം നമ്മൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമ്മൾ സേഫ്റ്റി എക്യുപ്മെന്റ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ സേഫ്റ്റി എക്യുപ്മെന്റ്സിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സേഫ്റ്റി എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ ലബോറട്ടറിയിൽ ആ ആക്സിഡന്റിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില എക്യുപ്മെന്റ്സ് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, സേഫ്റ്റി എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത്. നമ്മുടെ സേഫ്റ്റി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ലബോറട്ടറിയിൽ പ്ലേസ് ചെയ്തിട്ടുള്ള എക്യുപ്മെന്റ്സ്, അതിനെയാണ് സേഫ്റ്റി എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് ഏതൊക്കെയാണ്? ഫ്യൂം ഹുഡ്സ് ആൻഡ് സേഫ്റ്റി ഷീൽഡ് വിത്ത് ഹെവി ബേസ്. ഫ്യൂം ഹുഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കെമിക്കൽസ് ഒക്കെ എസ്പെഷ്യലി ആസിഡ് ഒക്കെ എടുക്കുമ്പോൾ ഒരു പ്രത്യേകതരം ക്യാബിനറ്റിൻ്റെ ഉള്ളിൽ ഇരുന്ന് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ആസിഡിൽ നിന്നൊക്കെ പോയിസണസ് ആയിട്ടുള്ള ഫ്യൂംസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫ്യൂംസിനെയൊക്കെ ഡയറക്റ്റ് വെളിയിലോട്ട് ഇങ്ങനെ എക്സോസ്റ്റ് ചെയ്ത് വിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്യൂം ഹുഡ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ആ ഒരു കാറ്റിൻ്റെ വേഗത അല്ലെങ്കിൽ അതിൽ പ്രവർത്തിക്കുന്ന ആ ഒരു വിൻഡിൻ്റെ വേഗത എന്ന് പറയുന്നത് 60 to 100 feet per minute ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഫ്യൂം ഹുഡ് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ആ ഒരു കെമിക്കൽ ആസിഡ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഫ്യൂംസിൽ നിന്നൊക്കെ നമുക്ക് പ്രൊട്ടക്ഷൻ തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്യൂം ഹുഡ്സ് യൂസ് ചെയ്യുന്നത്. അടുത്ത എന്താണ്? ഹാൻഡ് വാഷ് ഫെസിലിറ്റി ഉണ്ടായിരിക്കണം അല്ലേ? അത് ഓട്ടോമേറ്റഡ് ആയിരിക്കണം, അത് സെൻസേർഡ് ആയിരിക്കണം. അങ്ങനെയുള്ള ഹാൻഡ് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഹാൻഡ് വാഷിംഗ് ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഹാൻഡ് ഫ്രീ ഐ വാഷ് സ്റ്റേഷൻസ് ഉണ്ടായിരിക്കണം. നമ്മുടെ കണ്ണിലേക്ക് എല്ലാം കെമിക്കലൊക്കെ പോവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഐ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മുടെ കയ്യിലും ഉണ്ടായിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ണ് വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഒരു എക്യുപ്മെന്റിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നമ്മുടെ ഫേസ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത് ഡയറക്റ്റ്ലി ഐസിലോട്ട് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് ആണ് ഈ ഹാൻഡ് ഫ്രീ ഐ വാഷ് സ്റ്റേഷൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സേഫ്റ്റി ഷവേഴ്സ് ഉണ്ടായിരിക്കണം. സേഫ്റ്റി ഷവേഴ്സ് എന്തിനു വേണ്ടിയിട്ട്? എന്തെങ്കിലും തീപിടുത്തമൊക്കെ ഉണ്ടാകുമ്പോൾ ഫയർ അലാറം വരും. അപ്പോൾ ഫയർ അലാറം അടിച്ചു കഴിയുമ്പോൾ തന്നെ ഈ ഒരു ഷവർ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും, അതിൽ നിന്ന് വെള്ളം സ്പ്രേ ചെയ്യാനായിട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ ആ ഒരു സേഫ്റ്റി ഷവേഴ്സ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ഉണ്ടായിരിക്കണം അല്ലേ? അതെന്തിനു വേണ്ടിയിട്ടാണ്? ഫയർ കെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അത് ഡ്രൈ കെമിക്കൽസ് ആൻഡ് കാർബൺ ഡയോക്സൈഡ് എക്സ്റ്റിംഗ്വിഷേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സാൻഡ് ബക്കറ്റ്സ് ഉണ്ടായിരിക്കും, അതും തീ അണയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കണ്ടിട്ടില്ല ഇങ്ങനെ ബക്കറ്റിൽ കുറേ സാൻഡൊക്കെ നിറച്ചിട്ട് ഇങ്ങനെ എല്ലാ ലബോറട്ടറി അല്ലെങ്കിൽ ഇൻഡസ്ട്രി ആണെങ്കിലും എവിടെ ആണെങ്കിലും ഈ ഒരു ഫയറിൻ്റെ ഹസാർഡ് നമുക്ക് വരുന്ന ഇടങ്ങളിലൊക്കെ ഇതുപോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സും അതുപോലെ തന്നെ സാൻഡ് ബക്കറ്റ്സും ഒക്കെ കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ എന്താണ്? സേഫ്റ്റി എക്യുപ്മെന്റ്സ് ആണ് അല്ലേ? ഇനി സേഫ്റ്റി എക്യുപ്മെന്റ്സ് വരുന്ന അടുത്ത സാധനം എന്താണ്? ഫയർ ബ്ലാങ്കറ്റ്സ് അല്ലേ? ഫയർ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ദേഹത്തേക്ക് ഫയർ വരികയാണെങ്കിൽ ഫയർ ബ്ലാങ്കറ്റ്സ് ഉണ്ട് ലബോറട്ടറിയിൽ, അതെടുത്ത് നമ്മൾ അതുകൊണ്ട് നമ്മൾ കവർ ചെയ്യണം നമ്മുടെ ബോഡീനെ. ഓക്കെ, അതുപോലെ തന്നെ ഫയർ ഡിറ്റക്ഷൻ ഓർ അലാറം സിസ്റ്റം വിത്ത് പുൾ സ്റ്റേഷൻസ്. അപ്പം നമ്മൾ എല്ലാ ലാബിലും തന്നെ ഫയർ അലാറംസ് ഉണ്ടായിരിക്കും. ആ ഫയറിൻ്റെ എന്തെങ്കിലും ഒരു സാന്നിധ്യം കണ്ടു കഴിഞ്ഞാൽ അലാറം അടിക്കും, അതുവഴി വാട്ടർ സ്പ്രേ ചെയ്യുകയൊക്കെ ചെയ്യും അല്ലേ? അപ്പോൾ എപ്പോഴും ഒരു ഫയർ ഡിറ്റക്റ്റിംഗ് അലാറം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കെമിക്കൽ സ്റ്റോറേജ് ക്യാബിനറ്റ്സ് ഉണ്ടായിരിക്കണം. ഈ കെമിക്കൽസ് ഒക്കെ സ്പെഷ്യലി ഫ്ലെയിമബിൾസ് ആയിട്ടുള്ള കെമിക്കൽസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കെമിക്കൽസ്, ഡേഞ്ചർ ആയിട്ടുള്ള കെമിക്കൽസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള കെമിക്കൽ സ്റ്റോറേജ് ക്യാബിനറ്റ്സ് ഉണ്ടായിരിക്കണം. ഇനി എമർജൻസി ലൈറ്റ്സ് ഉണ്ടായിരിക്കണം. ഇപ്പം ഇൻ കേസ് ലൈറ്റ് പോകുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ രാത്രിയിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ വർക്ക് ചെയ്യുന്നിടത്ത് ലൈറ്റ് ഓഫ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ കറണ്ട് എന്തെങ്കിലും ഫ്ലക്ച്വേഷൻ ഉണ്ടാകുകയാണ്, കറണ്ട് കട്ട് ഉണ്ടാവുകയാണെങ്കിൽ എന്ത് പറ്റണം? അതിന് വേണ്ടുന്നുള്ള എമർജൻസി ആയിട്ടുള്ള ലൈറ്റ്സ് ഉണ്ടായിരിക്കണം അല്ലേ? ഇനി അതുപോലെ എമർജൻസി സൈൻസ് ആൻഡ് പ്ലക്കാർഡ്സ് ഉണ്ടായിരിക്കണം. ഏതൊക്കെയാണ്? സൈൻ ബോർഡ് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ലബോറട്ടറിയിൽ, ഇവിടെ ഫ്ലെയിമബിൾ ഉണ്ടെന്നുള്ളത്, അല്ലെങ്കിൽ ഇവിടെ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഇവിടാണ് ഇരിക്കുന്നത്, ഇതിന്റെ ലൊക്കേഷൻ ഇവിടാണ്, അങ്ങനെയുള്ള സൈൻ കാർഡ് ഒക്കെ കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ടായിരിക്കണം. ഒരു ലബോറട്ടറിയിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്തുണ്ടായിരിക്കണം? സ്പിൽ കൺട്രോൾ കിറ്റ് ഉണ്ടായിരിക്കണം. അതിൽ അബ്സോർബന്റ് ആൻഡ് ന്യൂട്രലൈസിങ് ഏജൻസ് ഉണ്ടായിരിക്കണം. ഈ സ്പിൽ കൺട്രോൾ കിറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന്
എന്തെങ്കിലും ഒരു ആസിഡോ ആൽക്കലിയോ എന്തെങ്കിലും ഒന്ന് സ്പിൽ ചെയ്ത് പോവുകയാണെങ്കിൽ ഈ ഒരു കിറ്റ് യൂസ് ചെയ്യണം. അതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ളത് അബ്സോർബൻസ് ആണ്. ആസിഡൊക്കെ ആണെങ്കിൽ ഒരു ആൽക്കലി ബേസ്ഡ് ആയിട്ടുള്ള അബ്സോർബൻ്റ് അല്ലെങ്കിൽ ന്യൂട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു അബ്സോർബിങ് ഏജന്റ് ആയിരിക്കും ഉള്ളത്, അല്ലെ ഒരു അബ്സോർബൻ്റ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ജസ്റ്റ് അതിൻ്റെ മുകളിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ തൂകിപ്പോയ അല്ലെങ്കിൽ മറിഞ്ഞു വീണ ആ ഒരു ആസിഡ് മൊത്തം ആ ഒരു സബ്സ്റ്റൻസിലേക്ക് അബ്സോർബ് ആയി പോകും കേട്ടോ. അപ്പം അങ്ങനെയുള്ള സ്പിൽ കൺട്രോൾ കിറ്റ്സ് ഉണ്ടായിരിക്കണം. ഇനി എന്താണ്, ലാർജ് പ്ലാസ്റ്റിക് ബക്കറ്റ്സ് ഫോർ ക്യാരിങ് കെമിക്കൽ ബോട്ടിൽസ്. കെമിക്കൽ ബോട്ടിൽസിനെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലാർജ് പ്ലാസ്റ്റിക് ബക്കറ്റ്സ് ഉണ്ടായിരിക്കണം. ഗ്രൗണ്ട് ഫോർ ഇൻറ്ററപ്റ്റർ ഇലക്ട്രിക്കൽ ഔട്ട്ലെറ്റ്സ് ഉണ്ടായിരിക്കണം അല്ലേ. ഇൻ കേസ് ഇലക്ട്രിസിറ്റിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യാനുള്ള എക്യുപ്മെന്റ്സ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സെപ്പറേറ്റ് കണ്ടെയ്നേഴ്സ് ഫോർ ബ്രോക്കൺ ഗ്ലാസ് ആൻഡ് ഷാർപ്പ് മെറ്റീരിയൽസ്. ബ്രോക്കൺ ഗ്ലാസ് ഇടാനും ഷാർപ്പ് മെറ്റീരിയൽസ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് ഉണ്ടായിരിക്കണം. മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റ്സ് ഓഫ് ഓൾ ഹസാർഡസ് മെറ്റീരിയൽസ്. നമ്മുടെ ലാബിൽ എപ്പോഴും തന്നെ ഒരു മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റ് ഉണ്ടായിരിക്കണം. ആ മെറ്റീരിയൽ ഡേറ്റ ഷീറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, നമ്മുടെ ലാബിൽ എന്തോരം കെമിക്കൽസ് ഉണ്ടോ അതിൻ്റെയൊക്കെ റിയാക്ടിവിറ്റി, അതിൻ്റെയൊക്കെ എന്താണ്, എങ്ങനെയാണ് അത് സ്റ്റോർ ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ ആക്ടിവിറ്റി എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റ് ഉണ്ടായിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ എന്താണ്, എമർജൻസി ആക്ഷൻ പ്ലാൻ ഫോർ ലബോറട്ടറി ഉണ്ടായിരിക്കണം. എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ എമർജൻസി ആയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടുന്ന പ്ലാൻസ് ഒക്കെ നിർമ്മിച്ചിരിക്കണം ആ ഒരു ലബോറട്ടറിയിൽ. നമ്മുടെ ലബോറട്ടറിയിൽ എന്തെല്ലാം എമർജൻസി സിറ്റുവേഷൻ ആണ് വരാൻ ചാൻസ് ഉള്ളത്, അതിനെ എങ്ങനെയൊക്കെ പ്രിവെന്റ് ചെയ്യാം എന്നൊക്കെ എഴുതി തയ്യാറാക്കിയിട്ടുള്ളത് ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം അല്ലേ. ഇനി നമുക്ക് ലബോറട്ടറിയിൽ വേണ്ടുന്ന ഒരു എമർജൻസി പ്ലാൻ, എല്ലാ ലബോറട്ടറിയിലും ഒരു എമർജൻസി പ്ലാൻ ഉണ്ടായിരിക്കണം. അതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് വേണ്ടുന്നത്, it include all the quantities and location of flammable, pyrophoric, oxidizing, toxic, corrosive, reactive, radioactive materials, non-ionizing radiation, biological material and compressed and liquefied gas. അപ്പോൾ ആ ഒരു പ്ലാന്റ് അകത്ത് എന്തൊക്കെയാണ് വേണ്ടുന്നത്, എവിടേക്കാണ് ഇരിക്കുന്നതെന്നും അതുപോലെ തന്നെ എന്തോരം ക്വാണ്ടിറ്റിയിൽ ഉണ്ടെന്നുള്ളതുള്ള കാര്യങ്ങൾ അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കണം. എന്തോരം ക്വാണ്ടിറ്റിയിൽ അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് ഇരിക്കേണ്ടതെന്നാണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. ഫ്ലെയിമബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് അല്ലെ, പൈറോഫോർബിക് ആയിട്ടുള്ള മെറ്റീരിയൽ, ഓക്സിഡൈസിങ് ആയിട്ടുള്ളത്, ടോക്സിക് ആയിട്ടുള്ള, അങ്ങനെ എല്ലാവിധ ഒരു ലാബിലുള്ള എല്ലാവിധ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന എല്ലാ കെമിക്കൽസും എവിടെയൊക്കെയാണ് ഇരിക്കുന്നത്, അത് എത്ര ക്വാണ്ടിറ്റിയിലുണ്ട് എന്നുള്ള കാര്യം ആ ഒരു പ്ലാന്റിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു ലാബിൽ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ഒക്കർ ചെയ്യുകയാണെങ്കിൽ ആരെയാണ് എമർജൻസി ആയിട്ട് വിളിക്കേണ്ടത്, അതിന് ആരെയാണ് നമ്മൾ കോണ്ടാക്ട് ചെയ്യേണ്ടതെന്നുള്ള ഒരു ലിസ്റ്റ്, അവരുടെ ലിസ്റ്റും അവരുടെ ഫോൺ നമ്പറും ആ ഒരു ലിസ്റ്റിൽ പ്രൊവൈഡ് ചെയ്തിരിക്കണം കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഒരു ഹസാർഡ് ഉണ്ടാവുകയാണെങ്കിൽ ആരെയാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് അറിയിക്കേണ്ടത്, അവരുടെ നമ്പറും അവരുടെ ഡീറ്റെയിൽസും കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ ഒരു ഫയർ അലാറം കേൾക്കുമ്പോൾ ലബോറട്ടറിയിലുള്ള ആൾക്കാർ എന്തൊക്കെ ആക്ഷൻസ് ആണ് എടുക്കേണ്ടതെന്നുള്ള കാര്യത്തിനെ കുറിച്ചുള്ള ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കണം. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ആദ്യം തന്നെ എല്ലാ ഫ്ലെയിമബിൾ ആയിട്ടുള്ള കാര്യങ്ങളും ഓഫ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ്, ഫ്യൂം ഹുഡ്സിന്റെ ഒക്കെ സാഷകൾ ക്ലോസ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ്, ഹസാർഡസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഇരിക്കുന്ന കണ്ടെയ്നേഴ്സ് ഒക്കെ നന്നായിട്ട് ക്ലോസ് ചെയ്യുക. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ ടേൺ ഓഫ് ചെയ്യുക. എന്നിട്ട് ആ ഒരു ലാബിലുള്ള എല്ലാ ആൾക്കാരും തന്നെ പുറത്തോട്ട് പോവുക. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ഫയർ അലാറം കേൾക്കുകയാണെങ്കിൽ ചെയ്യേണ്ടത്. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ആദ്യം തന്നെ എന്താണ്, ഫ്യൂം ഹുഡിന്റെ സാഷസ് ഒക്കെ ക്ലോസ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യണം, ഹസാർഡസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ഇരിക്കുന്ന കണ്ടെയ്നർ ക്ലോസ് ചെയ്യുക. ദെൻ ഇലക്ട്രിക്കൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് എന്തെങ്കിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യുക. പിന്നെ ഫ്ലെയിമബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയെല്ലാം ടേൺ ഓഫ് ചെയ്യുക. പിന്നെ സ്റ്റാഫ്സ് എല്ലാം എത്രയും പെട്ടെന്ന് തന്നെ എക്സിറ്റിൽ കൂടെ പുറത്ത് കിടക്കുക ആ ഒരു ലബോറട്ടറിക്കകത്ത് നിന്നും. അതുപോലെ തന്നെ ലൊക്കേഷൻ ഓഫ് എമർജൻസി എക്യുപ്മെന്റ്സ് ഇൻ ലബോറട്ടറി ഉണ്ടായിരിക്കണം ആ ഒരു പ്ലാനിൽ. എവിടെയൊക്കെയാണ് ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് അല്ലെ, എമർജൻസി ആയിട്ട് എടുക്കേണ്ട ഐ വാഷ്, സ്പിൽ കിറ്റ്, അതുപോലെ തന്നെ ഫയർ ബ്ലാങ്കറ്റ്സ്, ഇതൊക്കെ എവിടെയൊക്കെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ആ ഒരു എമർജൻസി പ്ലാനിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കണം. അത് എവിടെയൊക്കെയാണ് ഇരിക്കുന്നത് എന്നുള്ള ലൊക്കേഷൻ ആ ഒരു പ്ലാനിൽ പ്രൊവൈഡ് ചെയ്തിരിക്കണം കേട്ടോ.
അതുപോലെ തന്നെ നമ്മുടെ ദേഹത്തേക്ക് അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തേക്ക് തീ പടരുകയാണെങ്കിൽ എന്തെല്ലാം പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടതെന്നുള്ള കാര്യം ആ ഒരു എമർജൻസി പ്ലാനിന് ഇൻക്ലൂഡഡ് ആയിരിക്കണം. എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ക്ലോത്തിങ്ങിലേക്ക് ഫയർ വരികയാണെങ്കിൽ നമ്മൾ ആരും ഓടരുത് അല്ലേ? ഓടുന്നത് അല്ലെങ്കിൽ മൂവ്മെന്റ് നിർത്തുക, എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യും, അവിടെ നിൽക്കുക, നിന്നതിന് ശേഷം നമ്മൾ താഴെ വീഴുക, താഴെ വീണതിന് ശേഷം റോൾ ചെയ്യുക. ഓക്കെ, നമ്മൾ നിലത്ത് കിടന്ന് ഉരുളുക. അതിനുശേഷം അപ്പോൾ ഉരുളുന്ന സമയത്ത് നമ്മുടെ ഫേസ് കവർ ചെയ്തിട്ട് വേണം നമ്മൾ ഉരുളാൻ വേണ്ടിയിട്ട്. പിന്നെ ഹാൻഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മുടെ കൈ ഉപയോഗിച്ച് മുഖം പൊത്തി പിടിച്ചുകൊണ്ട് വേണം ഉരുളാൻ വേണ്ടിയിട്ട്. പിന്നെ ഫയർ ബ്ലാങ്കറ്റ്സ് ഒക്കെ എത്രയും പെട്ടെന്ന് എടുത്ത് അത് യൂസ് ചെയ്യുക. ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ആ സമയത്ത് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. കാരണം നമ്മൾ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് എടുത്ത് ഡയറക്റ്റ് അടിക്കുകയാണെങ്കിൽ ആ തീയുടെ ഇത് കൂടത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ശരീരത്തേക്കാണ് തീ പടരുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫയർ എക്സ്റ്റിംഗ്വിഷർ എടുത്ത് അടിക്കാനായിട്ട് ശ്രമിക്കരുത്. പകരം എന്ത് ചെയ്യണം? അവിടെ നിൽക്കുക, അതിനുശേഷം താഴെ വീഴുക, കിടന്നുരുളുക. പിന്നെ ഫയർ ബ്ലാങ്കറ്റ്സ് ഒക്കെ ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലത്ത് വെക്കുക. എന്നിട്ട് അത് പോയി എടുത്തിട്ട് അത് വിയർ ചെയ്തുകൊണ്ട് സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറുക. അത്രയാണ് ചെയ്യേണ്ടത്. ഇനി എന്താണ്? ആ ഒരു ബിൽഡിങ്ങിൽ നിന്നുള്ള പ്രൈമറി ആൻഡ് സെക്കൻഡറി ഇവാക്വേഷൻ റൂട്ട്സ് ആ ഒരു പ്ലാനിൻ്റെ അകത്ത് മാർക്ക് ചെയ്തിരിക്കണം. ഏതൊക്കെ വഴി നമുക്ക് എക്സിറ്റ് ആവാം, എന്തെങ്കിലും ഒരു ഹസാർഡ് സംഭവിക്കുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് രക്ഷപ്പെടാമെന്നുള്ള റൂട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് എമർജൻസി റൂട്ട് ഏതൊക്കെയാണെന്നുള്ളതെല്ലാം ആ ഒരു പ്ലാനിൽ കാണിച്ചിരിക്കണം. അതുപോലെ തന്നെ എന്താണ്? നമ്മുടെ ലബോറട്ടറിയുടെ വെളിയിൽ ഇങ്ങനെ ഒരു ഫയർ അലാറം കേൾക്കുമ്പോൾ എല്ലാവരും കൂടി ഒത്തുചേരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലേസ് ഏതാണെന്നുള്ളത് ആ ഒരു പ്ലാനിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുക. അല്ലാതെ നമ്മളിപ്പം നമ്മുടെ ലാബിൽ ഒരു തീപിടുത്തം ഉണ്ടായി, നമ്മളപ്പോൾ എല്ലാവരും വെളിയിൽ ഇറങ്ങി പല വഴിക്ക് ഓടുകയാണെങ്കിൽ ആരെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല അല്ലേ? അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? എല്ലാവരും ഫയർ അലാറം കേൾക്കുമ്പോൾ ഇറങ്ങി ഒരു പോയിന്റിൽ, ഒരു അസംബ്ലി പോയിന്റിൽ, ഒരു കോമൺ ആയിട്ടുള്ള ഒരു അസംബ്ലി പോയിന്റിൽ വന്ന് നിൽക്കുകയാണെങ്കിലുള്ള ഗുണം എന്താണ്? ആരെങ്കിലും ഉള്ളിൽപ്പെട്ടു പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയാനായിട്ട് പറ്റും അല്ലേ? അതേസമയം പലരും പല സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആ ഒരാളെ രക്ഷിക്കാനായിട്ട് പറ്റില്ല അല്ലേ? ആരെങ്കിലും അകത്ത് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ. അപ്പൊ എല്ലാവരും ഒരു കോമൺ ഏരിയയിൽ വന്നിട്ട് അസംബിൾ ചെയ്യുക കേട്ടോ, ഇങ്ങനെ എന്തെങ്കിലും ഒരു അലാറം കേൾക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ എന്താണ്? ഈ ഒരു ബിൽഡിങ്ങിലേക്ക് റീ എൻട്രി ചെയ്യാതിരിക്കുക. അതിന്റെ റെസ്പോൺസിബിൾ അതോറിറ്റി പറയുന്നത് വരെ ഒരിക്കലും ഈ ഒരു അസംബ്ലി പോയിന്റിൽ നിന്നും തിരിച്ച് ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് കടക്കാതിരിക്കുക. ഫയർ എല്ലാം അണച്ചതിന് ശേഷം അതിന്റെ അതോറിറ്റീസ് വന്ന് പറയും ഇനി നിങ്ങൾക്ക് തിരിച്ച് വർക്കിൽ പ്രവേശിക്കാമെന്ന് പറയുന്ന ആ ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടുന്നിടം വരെ നമ്മൾ ആ ഒരു അസംബ്ലി പോയിന്റിൽ തന്നെ നിൽക്കണം. അല്ലാതെ കുഴപ്പമില്ല അകത്ത് കയറാന്നുള്ള രീതിയിൽ റീ എൻട്രി ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഹസാഡസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമ്മുടെ ലബോറട്ടറി എക്യുപ്മെന്റ്സും എല്ലാം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് നമ്മൾ സ്വീകരിക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഇലക്ട്രിക് പവറിന്റെ ഒരു സപ്ലൈ കുറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു എയർ കണ്ടീഷൻ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ വാട്ടർ ഫ്ലഡ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമ്മുടെ എക്യുപ്മെന്റ്സിനെ അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലുള്ള പ്രിക്കോഷൻ മെഷേഴ്സ് ഒക്കെ എടുക്കാം. പവർ കട്ടൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിന് പകരം നമ്മൾ ഇൻവെർട്ടർ ഒക്കെ യൂസ് ചെയ്ത് പവർ റീപ്ലേസ് ചെയ്യാൻ എത്രയും പെട്ടെന്ന്. കാരണം ചില മെറ്റീരിയൽസ് അല്ലെങ്കിൽ ചില സാമ്പിൾസ് പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ തന്നെ, അല്ലെങ്കിൽ ചില കെമിക്കൽസ് ആണെങ്കിൽ പോലും പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു ടെമ്പറേച്ചർ ലോസോ അല്ലെങ്കിൽ ഒരു പ്രഷർ ലോസോ ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ അത് ഒരു ഹസാർഡായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അത് കാരണം നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ എങ്ങനെ അതിനെ കൺട്രോൾ ചെയ്യാന്നുള്ള പ്രിക്കോഷൻ മെഷേഴ്സും കൂടെ നമ്മൾ സ്വീകരിക്കണം അല്ലേ? പിന്നെന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അതുപോലെ തന്നെ ഒരു പ്ലാൻ ബി ഉണ്ടാക്കണം. നമ്മുടെ ലബോറട്ടറിയിൽ തന്നെ ഒരു പ്ലാൻ ഉണ്ട്. ഇത് എമർജൻസി പ്ലാൻ എന്ന് പറയുന്നത് ടോട്ടലായിട്ടുള്ള ഒരു പ്ലാനാണ്, എല്ലാവർക്കും ബാധകമായിട്ടുള്ള ഒരു പ്ലാൻ. അതുപോലെ തന്നെ ഓരോ ലബോറട്ടറിക്ക് അകത്തും ഒരു പ്ലാൻ ഉണ്ടാക്കിയിരിക്കണം. ആ ഒരു പ്ലാൻ ആ ലബോറട്ടറിയിലുള്ള എല്ലാ ആൾക്കാരെയും അറിയിച്ചിരിക്കണം. എന്തെങ്കിലും ഒരു വേഴ്സ് സിറ്റുവേഷൻ വരികയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ആ ലബോറട്ടറിയിൽ തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കിയിരിക്കണം. ലബോറട്ടറിക്കകത്തുള്ള എല്ലാവരെയും അത് അറിയിച്ചിരിക്കണം. അതുപോലെ തന്നെ നമ്മളത് എമർജൻസി പ്ലാനിൻ്റെ അകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയുകയും വേണം കേട്ടോ. ഇതൊക്കെയാണ് ഞങ്ങളുടെ ലബോറട്ടറിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഹസാർഡ്സ്. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സ് ഇതൊക്കെയാണ് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ആ ഒരു പ്ലാൻ ബി അല്ലെങ്കിൽ നമ്മുടെ ലബോറട്ടറിയിൽ മാത്രം പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു പ്ലാൻ എന്ത് ചെയ്യണം? ഈ ഒരു മെയിൻ ആയിട്ടുള്ള എമർജൻസി പ്ലാനിനും കൂടെ ഉൾപ്പെടുത്താനായിട്ട് പറയുകയും വേണം. ഓക്കെ.
ഓക്കെ, ഇനി നമുക്ക് സേഫ്റ്റി ഡിസൈൻസ് ഇൻ ലാബ് നോക്കാം. സേഫ്റ്റി ഡിസൈനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഒരു ലാബിൽ ഒരിക്കലും എൻട്രൻസിന്റെ ഭാഗത്ത് ഹയസ്റ്റ് ഹസാർഡ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും അല്ലെ ഹൈലി ഹസാർഡസ് ആയിട്ടുള്ള ഏരിയ ഒന്നും തന്നെ നമ്മൾ എൻട്രൻസിനോട് ചേർന്ന് വെക്കരുത്. ഫോർ എക്സാമ്പിൾ ഫ്യൂം ഹുഡ്സ് ഒക്കെ തന്നെ എൻട്രൻസിൽ നിന്നും വളരെ ഫാർ ആയിട്ട് വേണം നമ്മൾ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ റൈറ്റ് ഓഫ് സ്റ്റേഷൻസ് പോലുള്ള ലെസ് ഹസാർഡസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഡോക്യുമെന്റേഷൻ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എൻട്രൻസിനോട് ചേർന്ന് തന്നെ ഡോക്യുമെന്റേഷനും അല്ലെങ്കിൽ റൈറ്റ് ഓഫ് സ്റ്റേഷൻസും ഒക്കെ ഓർഗനൈസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു റൈറ്റ് ഓഫ് ഡെസ്ക് അല്ലെങ്കിൽ ബെഞ്ചൊക്കെ തന്നെ ഈ ഒരു ഫ്യൂം ഹുഡിലേക്കുള്ള ആക്സസുകൾ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലായിരിക്കരുത് പ്ലേസ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ ഫ്യൂം ഹുഡിലേക്ക് നമുക്ക് പോകുന്നതിന്റെ ആ ഒരു വഴിയിൽ ഇതൊന്നും ഒരു ഒബ്സ്ട്രക്ഷൻ ആയിട്ട് വരാനായിട്ട് പാടില്ല കേട്ടോ. എന്തെങ്കിലും ഫർണിച്ചേഴ്സ് ഒക്കെ ഇടുകയാണെങ്കിൽ ആ ഒരു പാത്ത് വേ ക്ലിയർ ചെയ്ത് വേണം നമ്മൾ ഫർണിച്ചേഴ്സ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എമർജൻസി ആയിട്ടുള്ള ഷവേഴ്സ് ഉണ്ടായിരിക്കണം, അവിടെ ഐ വാഷ് ചെയ്യാനുള്ള ഏരിയ ഉണ്ടായിരിക്കണം, ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ടായിരിക്കണം, സ്പിൽ കിറ്റ്സ് ഒക്കെ ഉണ്ടായിരിക്കണം കേട്ടോ. അതൊക്കെ എന്താണ് സേഫ്റ്റി എക്യുപ്മെന്റ്സ് ആണ് അല്ലേ. ഇവയെല്ലാം തന്നെ ലബോറട്ടറിയിൽ ഉണ്ടായിരിക്കണം അല്ലേ. അതുപോലെ തന്നെ ഓരോ ഫ്ലോറിലും അറ്റ്ലീസ്റ്റ് ഒരു ക്യാബിൻ പോലെ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ബോക്സിലോ എങ്കിലും ഈ ഒരു സേഫ്റ്റി എക്യുപ്മെന്റ്സ് പ്ലേസ് ചെയ്തിരിക്കണം. റിയേജന്റ് ന്യൂട്രലൈസേഴ്സ്, സ്പിൽ കിറ്റ്സ്, ഫസ്റ്റ് എയ്ഡ് കിറ്റ്സ് ഒക്കെ ഓരോ ഫ്ലോറിലും കൊടുത്തിരിക്കണം. അല്ലാതെ കോമൺ ആയിട്ട് ഒരെണ്ണം അല്ലെങ്കിൽ ഒരു ലാബ് ചിലപ്പം 1-2 നിലയിലൊക്കെ കാണും. അപ്പോൾ ഒരു നിലയിൽ മാത്രമല്ല, എല്ലാ നിലയിലും അത് വെക്കാനുള്ള, എല്ലാ ഫ്ലോറിലും അത് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം കേട്ടോ. അതുപോലെ തന്നെ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് അറ്റ്ലീസ്റ്റ് ഒരെണ്ണം എങ്കിലും ഉണ്ടായിരിക്കണം. അത് ഈസിലി അക്സസിബിൾ ആയിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഈ ഫയർ യൂണിറ്റ്സ് ഒന്നും നമ്മൾ കവർ ചെയ്തൊന്നും വെച്ചേക്കരുത്. ജസ്റ്റ് അത് എടുക്കാൻ പാകത്തിന് ഓപ്പൺ ചെയ്ത് തന്നെ ആയിരിക്കണം ഇരിക്കേണ്ടത്. ഒരു സിലിണ്ടർ ഓപ്പൺ ചെയ്തെന്നല്ല, ചിലപ്പോൾ ഇങ്ങനെ പ്ലാസ്റ്റിക്കിൽ നിന്ന് പോലും വെളിയിൽ എടുക്കാതെ പുതുമയോടെ തന്നെ വെച്ചേക്കുന്ന ഒരു പ്രവണതയൊക്കെ കണ്ടിട്ടില്ല. അങ്ങനെയൊന്നും ആയിരിക്കരുത്. അത് ഏത് സമയം എടുത്ത് യൂസ് ചെയ്യാൻ പാകത്തിനുള്ള രീതിയിലായിരിക്കണം ആ ഒരു എക്സ്റ്റിംഗ്വിഷേഴ്സ് വെക്കേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ എല്ലാ ലാബിലും ഒരു ഐ വാഷ് യൂണിറ്റ് ഉണ്ടായിരിക്കണം. അത് ആ ഒരു അനലിസ്റ്റിന് 10 സെക്കൻഡിനകത്ത് തന്നെ ആ ഒരു ഐ വാഷ് ഏരിയയിലേക്ക് എത്താനായിട്ട് ഒരു അനലിസ്റ്റിന് കഴിയണം. അതിൽ നിന്ന് വരുന്ന വാട്ടറിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 20 to 25 ഡിഗ്രി സെൽഷ്യസും ആയിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഈ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഐ ഇല്ലേ, എന്തെങ്കിലും കെമിക്കലോ അല്ലെങ്കിൽ ആസിഡോ അങ്ങനെ എന്തെങ്കിലും കണ്ണിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് ഒരു 15 മിനിറ്റോളം എടുത്ത് വേണം നമ്മൾ വാട്ടർ വെച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് ആ ഒരു കെമിക്കൽ കണ്ണിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അതുപോലെ തന്നെ ആ ഒരു ഐ വാഷിൻ്റെ ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് 10 to 20 ലിറ്റർ ഓഫ് വാട്ടർ പെർ മിനിറ്റ് ആയിരിക്കണം കേട്ടോ, അതിൻ്റെ വാട്ടർ ഫ്ലോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സേഫ്റ്റി ഷവേഴ്സ് ഉണ്ടായിരിക്കണം. ആ സേഫ്റ്റി ഷവേഴ്സ് എന്ന് പറയുന്നത് അനലിസ്റ്റിൻ്റെ ഏകദേശം 100 ഫീറ്റിന് മുകളിൽ ആയിരിക്കണം അല്ലേ, മുകളിൽ പോകാനായിട്ട് പാടില്ല. നെവർ ബി മോർ ദാൻ 100 feet away ഫ്രം ദി അനലിസ്റ്റ്. അനലിസ്റ്റിൽ നിന്നും 100 മീറ്ററിന് മുകളിൽ അല്ലെങ്കിൽ 100 ഫീറ്റിന് മുകളിൽ പോകാനായിട്ട് പാടില്ല കേട്ടോ. അതുപോലെ തന്നെ ഈ സേഫ്റ്റി ഷവേഴ്സ് ആണെങ്കിൽ കോറിഡോഴ്സിലായിരിക്കണം ലൊക്കേറ്റഡ് ആയിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഐ വാഷിങ്ങിനുള്ള ഒരു ഫെസിലിറ്റിയും കൂടെ ഉണ്ടായിരിക്കണം. പിന്നെ ഈ ഷവറിൽ നിന്ന് വരുന്ന വെള്ളമില്ലേ, അതാണെങ്കിൽ ഡ്രെയിൻ ചെയ്ത് പോകാനായിട്ട് പാടില്ല. അതിന് പകരം അവിടെ ഇങ്ങനെ ഒരു ഫ്ലഡ് പോലെ ആക്കിയിട്ടിട്ട് പിന്നീട് അത് മോപ്പ് യൂസ് ചെയ്ത് ക്ലിയർ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഡ്രെയിനേജ് വഴി ഇങ്ങനെ ഒഴുക്കി വിടുകയാണെങ്കിൽ അതിൽ നിന്ന് കണ്ടാമിനേറ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കണ്ടാമിനേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമ്മൾ മോപ്പപ്പ് ചെയ്ത് കളയുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ അപ്പാരറ്റസ്, ടെലിഫോൺ, തെർമോസ്റ്റാറ്റ്, ഇലക്ട്രിക്കൽ കൺട്രോൾ പാനൽസ്, പവർ സോക്കറ്റ്സ് ഇതൊക്കെ തന്നെ 0.5 മീറ്ററിലായിരിക്കണം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഷവറിൽ നിന്നോ അല്ലെങ്കിൽ ഐ വാഷ് ഏരിയയിൽ നിന്നോ 0.5 മീറ്റർ വ്യത്യസ്തത്തിലായിരിക്കണം ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഷവേഴ്സ് ആണെങ്കിൽ ലോ വെലോസിറ്റി വാട്ടർ ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്. അറ്റ് 25 to 30 ഡിഗ്രി സെൽഷ്യസിലുള്ള ലോ വെലോസിറ്റി വാട്ടർ ആയിരിക്കണം ഈ ഷവറിൽ നിന്ന് വരേണ്ടത്. അതുപോലെ തന്നെ മാനുവലായിട്ട് ക്ലോസ് ചെയ്യാനുള്ള വാൽസും കൂടെ ഈ ഷവറിന് പ്രൊവൈഡ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ഓട്ടോ കട്ട് ഓഫ്, ഒരു 5 മിനിറ്റ് വെച്ച് കട്ട് ഓഫ് വെച്ചോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം ഈ ഒരു ഷവർ കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ഇത് ഫയർ അലാറം ചിലപ്പം അറിയാതെ അടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. എന്തേലും ആരെങ്കിലും ഇപ്പൊ ചിലപ്പോൾ ഒരു മാസ്റ്റിക് കത്തിക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ചിലപ്പോൾ ഈ ഫയർ അലാറം അടിച്ചിട്ട് ഈ ഷവർ വർക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കേസിൽ ആവശ്യമില്ലാത്ത സമയത്താണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മാനുവലായിട്ട് അത് ഓഫ് ചെയ്യാനും പറ്റണം. അതുപോലെ തന്നെ അല്ലെങ്കിൽ 5 മിനിറ്റ് വെച്ച് കട്ട് ഓഫ് ഉള്ള ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഷവേഴ്സ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ,
ഇനി നമ്മൾ ഒരു ലാബ് ഡിസൈൻ ചെയ്യുമ്പോൾ അവിടുത്തെ ഇലക്ട്രിക്കൽ സർവീസും കൂടെ ഡിസൈൻ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് പോലുള്ള ഡേഞ്ചർ ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റി പ്ലേസ് ചെയ്യും അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സർവീസ് അതിൻ്റെ കോഡ്, വയർ, സോക്കറ്റ്സ് ഇതൊക്കെ പ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതെന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ എപ്പോഴും ഒരു ത്രീ ഫേസ് പിന്ന് വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. മൾട്ടി പ്ലഗ് ഔട്ട്ലെറ്റ് അഡാപ്റ്റേഴ്സസ് ഒന്നും യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ നമ്മൾ പ്ലേസ് ചെയ്യുന്ന ഈ ഒരു സോക്കറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റിന് വേണ്ടിയിട്ടുള്ള പ്ലഗ് പോയിന്റ്സ് കൊടുക്കേണ്ടത് എപ്പോഴും ആ ഒരു ബെഞ്ചിൽ നിന്ന്, നമ്മൾ വർക്ക് ചെയ്യുന്ന ബെഞ്ചിന്റെ ഹൈറ്റിൽ നിന്നും മുകളിലായിട്ട് വേണം കൊടുക്കാനായിട്ട്. താഴെയായിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു എക്യുപ്മെന്റിന്റെ ആ ഒരു ബാക്കി വരുന്ന വയറുകളൊക്കെ താഴെ കിടന്നത് ഇങ്ങനെ ക്ലൗഡഡ് ആയിട്ട് അവിടെ കിടക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എപ്പോഴും നമ്മൾ ബെഞ്ച് ഹൈറ്റിന് മുകളിലായിട്ട് വേണം ഈ സോക്കറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എന്താണ് പറയുന്നത്, ഈ നമ്മുടെ ടെലികമ്മ്യൂണിക്കേഷൻ അപ്ലയൻസിന്റെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെ ഒക്കെ സോക്കറ്റ്സും സ്വിച്ചസും ഒന്നും തന്നെ നമ്മൾ സിങ്കിനോടോ ഷവറിനോടോ അടുത്തൊന്നും കൊടുക്കാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ ഇലക്ട്രിക്കൽ ഔട്ട്ലെറ്റ് ഷുഡ് ഓൾസോ ബി പൊസിഷൻഡ് ആസ് ഫാർ ആസ് പോസിബിൾ ഫ്രം വാൽസ് ഓഫ് ഫ്ലെയിമബിൾ ഗ്യാസ് ആൻഡ് ഫ്ലെയിമബിൾ സോൾവെന്റ്സ് സ്റ്റോറേജ്. ഫ്ലെയിമബിൾ ആയിട്ടുള്ള ഗ്യാസ് അല്ലെങ്കിൽ ഫ്ലെയിമബിൾ ആയിട്ടുള്ള സോൾവെന്റ്സ് ഒക്കെ ഇരിക്കുന്നിടത്ത് നിന്നും പരമാവധി നമ്മൾ ഇലക്ട്രിക്കൽ ഔട്ട്ലെറ്റ്സ് ഒന്നും പൊസിഷൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വെക്കാനായിട്ട് പാടില്ല കേട്ടോ. ഇനിയും ഒരു ഷട്ട് ഓഫ് സ്വിച്ചസ് ഒക്കെ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നതെന്നുള്ളത് പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പാകത്തിന് വേണം. മെയിൻ സ്വിച്ച് ഒക്കെ നമ്മൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പാകത്തിന് വേണം അത് പ്ലേസ് ചെയ്യാനായിട്ട്. എങ്കിൽ മാത്രമേ എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരിക്കലും സ്വിച്ചസ് അല്ല ഓഫ് ചെയ്യാറുള്ളത്. ലാബിൽ നമ്മൾ പോയി മെയിൻ ആണ് ഓഫ് ചെയ്യാറുള്ളത്, മെയിൻ സ്വിച്ച് ആണ് ഓഫ് ചെയ്യാറുള്ളത്. അപ്പം അങ്ങനെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെയിൻ സ്വിച്ച് എവിടെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു ധാരണ ആ ഒരു ലാബിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ അതിന്റെ ലൊക്കേഷൻസ് ഒക്കെ എവിടെയാണ് എന്നുള്ളതൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഓക്കെ. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ പാനൽസുമായിട്ടുള്ള ആ ഒരു ദൂരം എന്ന് പറയുന്നത് 3 ഫൂട്ട് ആയിരിക്കണം. അറ്റ്ലീസ്റ്റ് 3 ഫൂട്ട് അടുത്ത് തന്നെ നമുക്ക് ആ ഒരു ഇലക്ട്രിക്കൽ പാനലിനെ അല്ലെങ്കിൽ സർക്യൂട്ട് ബോർഡ്സിനെയൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റണം. എന്തെങ്കിലും ഒരു ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ അല്ലെങ്കിൽ എമർജൻസി വരുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 3 ഫൂട്ട് അവേ ആയിരിക്കണം ഇതെല്ലാം പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ പോകുന്ന പാത്വേയിൽ ഒരു തരത്തിലുള്ള ഒബ്സ്ട്രക്ഷൻസും ഉണ്ടാകാനായിട്ട് പാടില്ല. ഇനി എന്തെങ്കിലും ഒരു പവർ കട്ടോ ഒക്കെ വരികയാണെങ്കിൽ അതിന് വേണ്ടുന്ന ഒരു കൺട്രോൾ മെഷേഴ്സ് അല്ലെങ്കിൽ പവർ കട്ടിനെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാം എന്നുള്ള രീതിയിലൊക്കെ ഇൻവെർട്ടറൊക്കെ സ്ഥാപിക്കുക, ആ ഒരു കാര്യങ്ങളൊക്കെ ഒരു ഡിസൈൻ്റെ അകത്ത് തന്നെ ഉൾപ്പെടുത്തണം. ഇൻ കേസ് പവർ സർക്യൂട്ടിന്റെ ഒക്കെ സമയത്ത് എമർജൻസി ലൈറ്റിനിങ്ങിന് വേണ്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ സൗകര്യങ്ങൾ അതിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ എക്സിറ്റ് സൈൻ ബോർഡ്സിനൊക്കെ ഇലുമിനേറ്റഡ് ആയിട്ടുള്ള എക്സിറ്റ് സൈൻ ബോർഡ്സ് കൊടുക്കുക. അപ്പോൾ കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏത് വഴിയാണ് പോകേണ്ടതെന്നുള്ളത് ഇങ്ങനെ തെളിഞ്ഞു കാണുന്നത് കൊണ്ട് ഇരുട്ടത്തും കാണാൻ പറ്റുന്ന രീതിയിലുള്ള സൈൻ ബോർഡ്സ് ഒക്കെ കൊടുക്കുക. പിന്നെ എല്ലാ സർക്യൂട്ട് ബ്രേക്കേഴ്സിനും അല്ലെങ്കിൽ ഫ്യൂസസിനും ഒക്കെ ആണെങ്കിൽ ഓൺ ഓർ ഓഫ് എന്നുള്ള ഒരു ലേബലിംഗ് കൊടുക്കുക. അത് ഓണിലാണോ ഇരിക്കുന്നത് ഓഫിലാണോ എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്തെങ്കിലും എമർജൻസി വരുമ്പോൾ ഓഫ് ആക്കണമെങ്കിൽ അത് ഓണിലാണോ ഓഫിലാണോ എന്നൊക്കെ അറിയണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതെല്ലാം ലേബിൾഡ് ആയിരിക്കണം. പിന്നെ ഫ്യൂസസ് എല്ലാം പ്രോപ്പർ ആയിരിക്കണം. അതുപോലെ തന്നെ എക്സ്റ്റൻഷൻസ് കോഡ് ഒന്നും നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ ഈ കേബിൾ നമ്മളിപ്പോൾ ലാബിലൂടെ വലിക്കുന്ന കേബിൾസ് ആണെങ്കിലും വയേഴ്സ് ആണെങ്കിലും ഒന്നും തന്നെ ഒരിക്കലും മെറ്റൽ ഒബ്ജക്റ്റിന്റെ മുകളിൽ കൂടെ അല്ലെങ്കിൽ എമർജൻസി ഷവേഴ്സിന്റെ മുകളിൽ കൂടെ അല്ലെങ്കിൽ പൈപ്പുകളുടെ മുകളിൽ കൂടെ ഫ്രെയിംസിന്റെ മുകളിൽ കൂടെ മെറ്റൽ റാക്കിന്റെ മുകളിൽ കൂടെ ഒന്നും ഈ ഒരു കേബിളൊന്നും വലിക്കാനായിട്ടൊന്നും പാടില്ല കേട്ടോ. അതുപോലെ തന്നെ മൾട്ടി ഔട്ട്ലെറ്റ് പ്ലഗ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു ബിൽറ്റ് ഇൻ സർക്യൂട്ട് ബ്രേക്കർ ഉണ്ടായിരിക്കണം. സർക്യൂട്ട് ബ്രേക്കർ ഇല്ലാതെ ഒരിക്കലും മൾട്ടി ഔട്ട്ലെറ്റ് പ്ലഗ് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. കാരണം എന്തെങ്കിലും ഒരു തീപിടുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുകയാണെങ്കിൽ ഈ ഒരു സർക്യൂട്ട് ബ്രേക്കർ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു അൺഡിസറബിൾ ആയിട്ടുള്ള കണ്ടീഷനിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എപ്പോഴും സർക്യൂട്ട് ബ്രേക്കർ ഉള്ള ബിൽറ്റ് ഇൻ ആയിട്ടുള്ള സർക്യൂട്ട് ബ്രേക്കർ ഉള്ള മൾട്ടി ഔട്ട്ലെറ്റ് പ്ലഗ്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം അത്രയും കാര്യങ്ങളാണ് ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ ഒരു ലാബിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ.
ഇനി നമ്മൾ ലാബ് ഫർണിച്ചറിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ വർക്കിംഗ് ടേബിൾസ് ഒക്കെ എപ്പോഴും നോൺ കൊറോസീവ് ആയിട്ടുള്ള നോൺ അബ്സോർബന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ വർക്കിംഗ് ടേബിൾ ഒക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എന്താണ് ഇതെല്ലാം കെമിക്കൽസിനോട് അല്ലെങ്കിൽ ആസിഡ്സിനോട് ആൽക്കലീസിനോട് സോൾവെന്റ്സിനോട് ഡിസിൻഫെക്റ്റൻസിനോടൊന്നും റിയാക്ട് ചെയ്യാത്തതായിട്ടുള്ള അല്ലെങ്കിൽ ഇംപെർവിയസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. അത് ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനും പറ്റുന്നതായിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഈ ബെഞ്ച് ടോപ്പ് എന്ന് പറയുന്ന ഒരു സീംലെസ് ഡിസൈൻ ആയിരിക്കണം. അതിലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്താണ് ഗ്യാപ്പോ അല്ലെങ്കിൽ ഒറ്റ രീതിയിൽ ഒറ്റ ഒരു സീംലെസ് ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ട് വേണം നമ്മളത് നിർമ്മിക്കാനായിട്ട്. ഗ്യാപ്പ് ഒന്നുമുള്ള അല്ലെ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്തൊട്ടിക്കുന്ന മെറ്റീരിയൽ ഒന്നും യൂസ് ചെയ്ത് നമ്മൾ എന്താണ് ബെഞ്ച് ടോപ്പ് നിർമ്മിക്കരുത്. കാരണം അങ്ങനെ കട്ട് ചെയ്തിടുന്നതാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കുഞ്ഞു കുഞ്ഞു ടൈൽസ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ സ്പേസ് വരും. ആ സ്പേസിൽ കൂടെ വാട്ടർ ആണെങ്കിലും കെമിക്കൽസ് ആണെങ്കിലും ഒക്കെ അബ്സോർബ് ചെയ്ത് താഴോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് കാരണം അങ്ങനെയുള്ള മെറ്റീരിയൽസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യരുത്. അതുകൊണ്ട് തന്നെ വാളും ഈ ഒരു ബെഞ്ച് ടോപ്പും തമ്മിൽ അടുത്താണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ വാളും അവിടെ ആ ഒരു ബെഞ്ച് ടോപ്പോട് വരുന്ന ആ ഒരു ഭാഗത്ത് കവർ ചെയ്ത് ക്ലിയർ ചെയ്ത് സൂക്ഷിക്കണം കേട്ടോ. അല്ലെങ്കിൽ വാളിലേക്കും കൂടെ അത് ആ ഒരു കെമിക്കൽസ് ഒക്കെ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെന്താണ് പറയുന്നത്, നമ്മുടെ ഈ ഒരു ബെഞ്ച് ടോപ്പിൽ തന്നെ സ്പിൽസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് ബാക്കിയുള്ള ഇടത്തോട്ട് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടുന്ന ബ്ലോക്ക് ചെയ്ത് ആ ഒരു സ്പ്രെഡിനെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലുള്ള എന്താണ് കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇനി ഒരു ബെഞ്ചിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് വർക്ക് ബെഞ്ചിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നോർമൽ ഹൈറ്റ് എന്ന് പറയുന്നത് 90 സെന്റിമീറ്റർ ആണ്. പിന്നെ ഓരോ വർക്ക് ചെയ്യുന്ന ആളിനനുസരിച്ചാണ് സാധാരണ ഒരു വർക്കിംഗ് ബെഞ്ചിന്റെ ഹൈറ്റ് നിശ്ചയിക്കേണ്ടതെങ്കിൽ പോലും നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു 19 സെന്റിമീറ്റർ ഹൈ ആണ് എപ്പോഴും ഒരു വർക്ക് ബെഞ്ചിന് കൊടുക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഒരു വർക്ക് ബെഞ്ചിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് 60 to 90 സെന്റിമീറ്റർ ആണ് ആ ഒരു ബെഞ്ചിന്റെ ഡെപ്ത് ആയിട്ട് വരുന്നത്. പിന്നെ വർക്ക് സർഫസ് ഏരിയ എന്ന് പറയുന്നത് മസ്റ്റ് ബി മോർ ദാൻ 1.2 മീറ്റർ ആയിരിക്കണം കേട്ടോ. മോർ ദാൻ 1.2 മീറ്റർ വർക്ക് സ്പേസ് കൊടുത്തിരിക്കണം. റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് അറ്റ്ലീസ്റ്റ് 1.5 മീറ്റർ ആണ് കേട്ടോ. അറ്റ്ലീസ്റ്റ് 1.5 മീറ്റർ എങ്കിലും വേണം. പക്ഷേ കുറഞ്ഞു പോകാനും പാടില്ല കേട്ടോ. 1.2 മീറ്ററിൽ കുറയാനും പാടില്ല. അറ്റ്ലീസ്റ്റ് എന്താണ് 1.5 മീറ്റർ ആണ് നമുക്ക് വേണ്ടുന്നത്. പിന്നെ 0.6 മീറ്റർ ഡീപ്പും ആയിരിക്കണം കേട്ടോ ആ ഒരു ബെഞ്ച് എന്ന് പറയുന്നത്, അല്ലെ ആ ഒരു വർക്ക് സർഫസ്, ആ ഒരു ബെഞ്ചിന്റെ സർഫസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമ്മൾ വലിയ വലിയ എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മുടെ ബെഞ്ച് ടോപ്പിൽ വെക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്ന അനലിസ്റ്റിന് വേണ്ടുന്ന ലെഗ് ഓർ നീ ക്ലിയറൻസ് ഉണ്ടായിരിക്കണം ആ ഒരു ബെഞ്ച് ടോപ്പിന്റെ അടിയിലായിട്ട്. പിന്നെ ഓരോ പേഴ്സണൽസിനും വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടായിരിക്കണം. ഇനിയിപ്പോൾ ചില എക്യുപ്മെന്റ്സ് ഒക്കെ ഫിക്സഡ് ആയിട്ട് വെച്ചിരിക്കുകയായിരിക്കും എങ്കിൽ പോലും ഓരോ വർക്കേഴ്സിനും വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു ഏരിയ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എന്താണ് ഒരു എന്താണ് 1.5 മീറ്റർ പാസ് വേ കൊടുത്തിരിക്കണം ഓരോരോ ബെഞ്ച്. ഈ ഒരു ലബോറട്ടറിയിൽ തന്നെ പല പല ബെഞ്ചസ് ആണ്. അപ്പോൾ ഓരോ ബെഞ്ചിന്റെ ഇടയിലായിട്ട് 1.7 മീറ്ററിന്റെ ഒരു പാസ് വേയും അതുപോലെ തന്നെ ഒരു 1.5 മിനിമം പാസ് വേയും കൊടുത്തിരിക്കണം കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് വർക്ക് ഏരിയയിൽ വരുന്ന ഒരു ഫർണിച്ചറിന്റെ കാര്യങ്ങൾ. ഇതൊക്കെയാണ് ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഫർണിച്ചർ പ്ലേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് കേട്ടോ. ഇന്നത്തെ ക്ലാസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.